പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കെമി മാസ്റ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇനി ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് മുമ്പിലുള്ളത്. നിങ്ങൾ പല വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് ഇയർ എക്സാമിന് മാർക്ക് ചിലപ്പോൾ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക് നമ്മൾ പ്രതീക്ഷിച്ചത്ര എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിത് ഡബിൾ പാസ്സാവാനുള്ള അവസരമാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് A+ലേക്ക് എത്തിക്കാനുള്ള അവസരമാണിത് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കറിയാം കെമിസ്ട്രിയിലെ പല ചാപ്റ്റേഴ്സും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഹൈഡ്രജൻ, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക്, അതല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസ്, സാധാരണഗതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മറ്റുള്ള ചാപ്റ്റേഴ്സ് ഞാൻ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ മാത്രമാണ്. സിമ്പിളായിട്ട് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് മാത്രം മതി. നിങ്ങൾ ഒരു 70% മാർക്ക് ലഭിക്കാൻ ഈ ക്വസ്റ്റ്യൻ മാത്രം വർക്കൗട്ട് ചെയ്താൽ തന്നെ മതിയാകും. അതേപോലെ നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഞാൻ ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് എല്ലാ വിജയാശംസകളും നേരുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റിഫൈ ദ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. അതായത് പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജൻ്റെ പൊസിഷനെ ജസ്റ്റിഫൈ ചെയ്യാനാണ്. അതാണ് പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഷോസ് റിസംബ്ലൻസ് വിത്ത് ബോത്ത് ആൽക്കലി മെറ്റൽസ് ഓഫ് ദി ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് ഹാലജൻസ് ഓഫ് ദ 17 ഗ്രൂപ്പ്. അതായത് ഹൈഡ്രജൻ ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻസുമായിട്ടും അതേപോലെ 17th ഗ്രൂപ്പ് ഹാലജൻസുമായിട്ടും എന്ത് ചെയ്യുന്നു, റിസംബ്ലൻസ് കാണിക്കുന്നു, സാമ്യത കാണിക്കുന്നു എന്ന് പറയാം. അതേപോലെ ലൈക്ക് ആൽക്കലി മെറ്റൽസ് ഇറ്റ് ഹാസ് 1 ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ആൻഡ് ഫോംസ് യൂണിപോസിറ്റീവ് അയോൺസ്. അതായത് നമുക്കറിയാം ആൽക്കലി മെറ്റൽസ് ആയ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ പോലെ തന്നെ യൂണിപോസിറ്റീവ് അയോൺസായി മാറുന്നു ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതേപോലെ തന്നെ ഹാലജൻസ് പോലെയും ബിഹേവ് ചെയ്യുന്നു ഹൈഡ്രജൻ. ഇറ്റ് റിക്വയർസ്, അതായത് ഹാലജൻ റിക്വയർസ് ഓൺലി 1 ഇലക്ട്രോൺ ടു കംപ്ലീറ്റ് ദ വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ. അതേപോലെ തന്നെയാണ് ഹൈഡ്രജനും കാണിക്കുന്നത്. സോ ഇറ്റ് ഗെയിൻസ് 1 ഓഫ് ഇലക്ട്രോൺ. ഹൈഡ്രജൻ ക്യാൻ ഗെയിൻ 1 ഓഫ് ഇലക്ട്രോൺ ടു ഫോം യൂണി നെഗറ്റീവ് അയോൺ. അതായത് H- ഫോം ചെയ്യാൻ കഴിയും ഹാലജനെ പോലെ തന്നെ. At the same time it shows some difference from the alkali metals and halogens. അതേസമയം തന്നെ സം ഡിഫറൻസ് കാണിക്കുന്നത്, അതായത് ആൽക്കലിയെ പോലെ തന്നെയും അതേപോലെ ഹാലജൻസിൻ്റെയും സ്വഭാവം കാണിക്കുന്നതോടൊപ്പം സം ഡിഫറൻസ് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ഈസ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് സെപ്പറേറ്റ്ലി ഇൻ ദ പീരിയോഡിക് ടേബിൾ. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഹൈഡ്രജനെ പ്ലേസ് ചെയ്ത് കാണാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് വാട്ടർ ഗ്യാസ് ഓർ സിങ്ക് ഗ്യാസ്? അതായത് എന്താണ് വാട്ടർ ഗ്യാസ് എന്നാണ്, അല്ലെങ്കിൽ സിങ്ക് ഗ്യാസ് എന്താണെന്നാണ്. എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. അതായത് കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ വാട്ടർ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് കോൾ ഗ്യാസിഫിക്കേഷൻ? ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സിങ്ക് ഗ്യാസ് ഫ്രം കോൾ ഈസ് കോൾഡ് കോൾ ഗ്യാസിഫിക്കേഷൻ. അതായത് നമ്മൾ സിങ്ക് ഗ്യാസ് അല്ലെങ്കിൽ വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ കോളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. കോൾ റിയാക്ട് വിത്ത് വാട്ടർ അറ്റ് 1270 Kelvin വിൽ ഗെറ്റ് വാട്ടർ ഗ്യാസ് CO and H2 മിക്സ്ചർ. Next question, how is dihydrogen produced by water gas shift reaction? അതായത് നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ വഴി. The production of dihydrogen can be increased by reacting carbon monoxide of zinc gas mixture with steam in the presence of iron chromate as a catalyst. This is called a water gas shift reaction. സാധാരണ ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ഗ്യാസ്, അതായത് സിങ്ക് ഗ്യാസ് മിക്സ്ചറിലുള്ള കാർബൺ മോണോക്സൈഡ്
റിയാക്ട് വിത്ത് സ്റ്റീം H2O ഗ്യാസ് ആണ് അറ്റ് 173 കെൽവിൻ. കാറ്റലിസ്റ്റ് നമ്മൾ അയൺ ക്രോമേറ്റ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നു. ഈ റിയാക്ഷനെ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ പറയുന്നത് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 യൂസസ് ഓഫ് ഡൈഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് റോക്കറ്റ് ഫ്യൂവൽ ഇൻ സ്പേസ് റിസർച്ച്. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട് സെക്കൻഡ് ഇയറിൽ. അതായത് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്, അതായത് റോക്കറ്റ് ഫ്യൂവൽസ് ഇൻ സ്പേസ് റിസർച്ചിൽ റോക്കറ്റ് ഫ്യൂവലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതേപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫ്യൂവൽ സെൽസ് ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ ഫ്യൂവൽ സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് വനസ്പതി ഫാറ്റ് ബൈ ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ. ഇത് വനസ്പതി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ആണ്. ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ വഴിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ടർ ഈസ് എൻ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ജസ്റ്റിഫൈ. വാട്ടർ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. വാട്ടർ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡായിട്ടും അതേപോലെ തന്നെ ബേസായിട്ടും ആക്ട് ചെയ്യുന്നു. സോ അത് നമുക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക? നമ്മളിതിൻ്റെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ, വാട്ടർ ഈസ് എൻ ആംഫോട്ടറിക് സബ്സ്റ്റൻസ്. ഇപ്പോൾ വാട്ടർ ക്യാൻ ആക്ട് ബോത്ത് ആസ് ആസിഡ് ആൻഡ് ബേസ്, സോ ഇറ്റ് ഈസ് എൻ ആംഫോട്ടറിക് സബ്സ്റ്റൻസ്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് H2O വാട്ടർ, liquid plus ammonia aqueous which gives OH minus aqueous plus NH4 plus. ഇവിടെ നമ്മൾ സെക്കൻഡ് എക്സാമ്പിൾ H2O liquid plus H2S aqueous which gives H3O plus HS minus ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ആക്ട് ആസ് എൻ ആസിഡ് ആൻഡ് ഇൻ ദ സെക്കൻഡ് ഇറ്റ് ഈസ് ബേസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വാട്ടർ ആക്ട് ആസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ H2O plus NH4 plus ആകുന്നു. അതായത് വാട്ടർ ഇവിടെ ആക്ട് ആസ് ആസിഡാണ്. അതായത് വാട്ടർ വിൽ ഗിവ് H+ നൽകുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ആസിഡ്, ഇറ്റ് കൺവേർട്ട് ടു NH4 plus. അതേപോലെ സെക്കൻഡ് കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ H2O വിച്ച് ആക്സെപ്റ്റ് H+നെ സ്വീകരിക്കുന്നു, അതുകൊണ്ട് H3O plus ആയി മാറുന്നു. അതുകൊണ്ട് വാട്ടർ ആക്ട് ആസ് എ ബേസ് ഹിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രൈഡ്സ്, ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച്. നമുക്ക് ഹൈഡ്രൈഡ്സ് ഏതൊക്കെയാണ്? ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ H- കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ടൈപ്സ് ഓഫ് ഹൈഡ്രൈഡ്സ് ആണുള്ളത്. അയോണിക് ഹൈഡ്രൈഡ്സ്, അതിന് എക്സാമ്പിളാണ് NaH. അതായത് ഇവിടെ Na+ഉം H- അതുകൊണ്ട് ഇറ്റ് ഈസ് അയോണിക് ഹൈഡ്രൈഡ്. കൊവാലൻ ഹൈഡ്രൈഡിൽ വരുന്നതാണ് H2O ഈസ് കൊവാലൻ ഹൈഡ്രൈഡ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് മെറ്റാലിക് ഹൈഡ്രൈഡ്. മെറ്റാലിക് ഹൈഡ്രൈഡ്സിൽ വരുന്നതാണ് വനേഡിയത്തിൻ്റെ ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ ഹാർഡ്നെസ് ഓഫ് വാട്ടർ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഈ ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ എക്സാമിന് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ വിച്ച് ഡസ് നോട്ട് ഈസിലി ഫോം ലേതർ വിത്ത് സോപ്പ്, ദാറ്റ് ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. അതായത് ഹാർഡ് വാട്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോപ്പ് വേഗം തന്നെ പതയാത്ത വാട്ടറാണ് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം സോൾട്ട് ഇൻ ദ ഫോം ഓഫ് ക്ലോറൈഡ്, സൾഫേറ്റ് ആൻഡ് ബൈകാർബണേറ്റ്. അതായത് കാൽസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, ഇതൊക്കെയാണ് ഹാർഡ്നെസ് ഓഫ് വാട്ടറിൻ്റെ കാരണം, ഹാർഡ് വാട്ടർ ഉണ്ടാകാനുള്ള കാരണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാർഡ് വാട്ടർ ഈസ് ഹാംഫുൾ ഫോർ ബോയിലേഴ്സ്. അതായത് ഹാർഡ് വാട്ടർ ഹാംഫുൾ ആണ് ബോയിലേഴ്സിന്. വൈ, എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പം ബോയിലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്യുന്നതാണ് ബോയിലറുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഓൺ ബോയിലിംഗ് ഹാർഡ് വാട്ടർ ദ സോലബിൾ മെഗ്നീഷ്യം ബൈകാർബണേറ്റ് MgHCO3 twice ആണ്, ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇൻസോലബിൾ MgOH twice, അതായത് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ആൻഡ് കാൽസ്യം ബൈകാർബണേറ്റ് ദാറ്റ് ഈസ് CaHCO3 twice ആണ്, ദാറ്റ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ഇൻസോലബിൾ കാൽസ്യം കാർബണേറ്റ്.
അതായത് നമുക്ക് സോലുബിൾ ആയിട്ടുള്ള മെഗ്നീഷ്യം ബൈ കാർബണേറ്റ് ഇൻസോലുബിൾ ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള MgOH ട്വൈസ് ആയി മാറുന്നു. അതേപോലെ കാൽസ്യം ബൈ കാർബണേറ്റ് എന്തായി മാറുന്നു? ഇൻസോലുബിൾ ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് സബ്സ്റ്റൻസ് ആയി മാറുന്നു. അതുകൊണ്ട് ദീസ് സോൾട്ട്സ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ദ ബോയിലേഴ്സ് ഇൻ ദ ഫോം ഓഫ് സ്കെയിൽസ്. ദീസ് റിഡ്യൂസസ് ദ എഫിഷ്യൻസി ഓഫ് ദ ബോയിലേഴ്സ്. അതായത് ഈ അവക്ഷിപ്തങ്ങൾ, അതായത് കാൽസ്യം കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ഒക്കെ ഇതിൽ അടിഞ്ഞുകൂടുന്നു. അങ്ങനെ വിച്ച് റിഡ്യൂസസ് ദ എഫിഷ്യൻസി ഓഫ് ദ ബോയിലേഴ്സ്. ബോയിലേഴ്സിൻ്റെ എഫിഷ്യൻസി കുറക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ടെമ്പററി ഹാർഡ്നെസ്? എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് റിമൂവൽ. എന്താണ് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുക? ടെമ്പററി ഹാർഡ്നെസ് which can be removed by simple boiling, that is called temporary hardness. അതായത് സിമ്പിൾ ബോയിലിംഗ് കൊണ്ട് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്കതിനെയാണ് ടെമ്പററി ഹാർഡ്നെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാകുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ് ഓഫ് കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം. അതായത് കാൽസ്യം ബൈകാർബണേറ്റ് ഓർ മെഗ്നീഷ്യം ബൈകാർബണേറ്റ് പ്രസൻസ് കൊണ്ടാണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. The following methods are used to remove temporary hardness. നമ്മൾ മെത്തേഡ്സ് നോക്കാം. ബോയിലിംഗ്. During boiling, the soluble magnesium bicarbonate is converted into insoluble magnesium hydroxide and calcium bicarbonate is changed into insoluble calcium carbonate, which can be removed by filtration. ബോയിൽ ചെയ്തു ഫിൽട്രേഷൻ വഴി നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. അതായത് മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയി മാറുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നു. കാൽസ്യം ബൈകാർബണേറ്റ് കാൽസ്യം കാർബണേറ്റായി മാറുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് ഹീറ്റിംഗ് മെത്തേഡ് വഴി ഫിൽട്ടർ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഹാർഡ്നെസ്, ടെമ്പററി ഹാർഡ്നെസ് ഒഴിവാക്കാൻ കഴിയും. ഇനി മറ്റൊരു മെത്തേഡാണ് ക്ലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. That is, in this method, calculated amount of lime is added to hard water. It precipitate out calcium carbonate. And magnesium hydroxide, which can be filtered off. അപ്പോൾ ഇത് നമുക്ക് ക്ലാക്സ് മെത്തേഡ് വഴി കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് ലൈം, ദാറ്റ് ഈസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, നമ്മൾ ഹാർഡ് വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കാൽസ്യം ബൈകാർബണേറ്റ് കാൽസ്യം കാർബണേറ്റായി മാറുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അതല്ലെങ്കിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡായി മാറുന്നു. അതിനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ പെർമനൻറ്റ് ഹാർഡ്നെസ്? എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് റിമൂവൽ. അതായത് എന്താണ് പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് പെർമനൻറ്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് നമ്മൾ പറഞ്ഞു. അതേസമയം പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഹാർഡ്നെസ് വിച്ച് ക്യാൻ നോട്ട് ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്, ദാറ്റ് ഈസ് കോൾഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. അതായത് നമുക്ക് ബോയിലിംഗ് ചെയ്തുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തത്, അതായത് ചൂടാക്കി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതിനെയാണ് പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സോലുബിൾ ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ് ഓഫ് കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം ഇൻ വാട്ടർ. അതായത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സോലുബിൾ ക്ലോറൈഡ് ആണ്, അതായത് വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ള മെഗ്നീഷ്യം ക്ലോറൈഡ്, അതല്ലെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ്, അതല്ലെങ്കിൽ കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ്, സോൾട്ട് വാട്ടറിൽ പ്രസൻ്റ് ആണെങ്കിലാണ് ഇത് ഉണ്ടാകുന്നത്, പെർമനൻറ്റ് ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. ഇറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഫോളോയിങ് മെത്തേഡ്. നമുക്ക് ഏതൊക്കെ മെത്തേഡ് വഴി ഇതിനെ റിമൂവ് ചെയ്യാം എന്ന് നോക്കാം. അതായത് ട്രീറ്റ്മെൻറ്റ് വിത്ത് വാഷിംഗ് സോഡ, സോഡിയം കാർബണേറ്റ്. വാഷിംഗ് സോഡ റിയാക്ട് വിത്ത് സോലുബിൾ കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ്സ് ഇൻ ഹാർഡ് വാട്ടർ ടു ഫോം ഇൻസോലുബിൾ കാർബണേറ്റ്. അതായത് ഇവിടെ നമുക്കറിയാം ഹാർഡ് വാട്ടർ ഹാർഡ്നെസ് ഉണ്ടാകുന്നത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് കാൽസ്യം ക്ലോറൈഡ് ഓർ മെഗ്നീഷ്യം ക്ലോറൈഡ് ഓർ സൾഫേറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാൽസ്യം അതേപോലെ മെഗ്നീഷ്യം ക്ലോറൈഡ് അതല്ലെങ്കിൽ സൾഫേറ്റ് എന്ത് ചെയ്യുന്നു? ഇറ്റ് റിയാക്ട് വിത്ത് വാഷിംഗ് സോഡ, അതായത് സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. സോഡയായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബണേറ്റ് ഇൻസോലുബിൾ കാർബണേറ്റ് ആണ്. അതായത് കാൽസ്യം കാർബണേറ്റോ അതല്ലെങ്കിൽ മെഗ്നീഷ്യം കാർബണേറ്റോ ഉണ്ടാകും. ദാറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. സോ അത് നമുക്ക്
ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാൻ കഴിയും. അത് നമുക്ക് ഇക്വേഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ കാൽസ്യം ക്ലോറൈഡ് പ്ലസ് സോഡിയം കാർബണേറ്റ് Na2CO3 ആണ്, വിച്ച് ഗിവ്സ് കാൽസ്യം കാർബണേറ്റ് പ്ലസ് 2NaCl. ഇവിടെ നമുക്ക് കാൽസ്യം കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇൻസോലുബിൾ ആണ്. ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാൻ കഴിയും. അതേപോലെ MgCl2 പ്ലസ് Na2CO3 വിച്ച് ഗിവ്സ് മെഗ്നീഷ്യം കാർബണേറ്റ് പ്ലസ് 2NaCl. നെക്സ്റ്റ് മെത്തേഡാണ് കാൽഗൻസ് മെത്തേഡ്. അതായത് സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് Na6P6O18 ദാറ്റ് ഈസ് കൊമേഴ്ഷ്യലി കോൾഡ് കാൽഗൻ. അപ്പോൾ ഈ ക്വസ്റ്റിന് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട് കാൽഗൻ എന്താണെന്നുള്ളത്. കാൽഗൻ മീൻസ് സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് ആണ് കാൽഗൻ എന്നറിയപ്പെടുന്നത്. when it is added to hard water, the calcium and magnesium ions in hard water are replaced by Na plus ion. അപ്പോൾ നമുക്ക് കാൽഗൻസ് നമ്മൾ ഹാർഡ് വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും സോൾട്ട്സ് ക്ലോറൈഡ് അല്ലെങ്കിൽ സൾഫേറ്റ്സ് ഉണ്ടാകും. അതിൽ നിന്ന് നമ്മൾ കാൽസ്യം അയോണും മെഗ്നീഷ്യം അയോൺസ് റീപ്ലേസ് ചെയ്തിട്ട് Na പ്ലസ് അയോണ് പകരം വരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കാൽഗൻസ് മെത്തേഡ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാർഡ്നെസ് റീപ്ലേസ് ചെയ്യുന്നത് എന്നർത്ഥം. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയാം. ദാറ്റ് ഈസ് ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് സിയോലൈറ്റ് ഓർ പെർമ്യൂട്ടേറ്റ് പ്രോസസ്സ് എന്ന് പറയാം. സിയോലൈറ്റ് ഓർ പെർമ്യൂട്ടേറ്റ് പ്രോസസ്സ്. സിയോലൈറ്റ് ഓർ പെർമ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേറ്റഡ് സോഡിയം അലൂമിനിയം സിലിക്കേറ്റ്, ഹൈഡ്രേറ്റഡ് സോഡിയം അലൂമിനിയം സിലിക്കേറ്റ് വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് NaZ എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അതായത് വെൻ ദിസ് ഈസ് ആഡഡ് ടു ഹാർഡ് വാട്ടർ, അതായത് സിയോലൈറ്റ് നമ്മൾ ഹാർഡ് വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് റിയാക്ഷൻ നടക്കുന്നു. അതായത് സിയോലൈറ്റിൽ നമുക്കറിയാം സോഡിയം ഉണ്ട്, ഇവിടെ നമ്മുടെ M2 എന്ന് പറഞ്ഞാൽ മെറ്റലാണ്. മെറ്റൽ എന്ന് പറയുന്നത് മെഗ്നീഷ്യം അതല്ലെങ്കിൽ കാൽസ്യം. ഇപ്പോൾ മെറ്റൽ 2+ അയോൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് NaZന് പകരം നമ്മൾ മെറ്റൽ വരുന്നു, അപ്പോൾ MZ2 ആയി മാറുന്നു. ഇതാണ് സംഭവിക്കുന്നത്. റീപ്ലേസ്, അതായത് നമ്മുടെ സിയോലൈറ്റിൻ്റെ കൂടെ നമ്മുടെ മെഗ്നീഷ്യം അയോൺ അല്ലെങ്കിൽ കാൽഷ്യം അയോൺ റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ഇതിനെ നമ്മൾ അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് എന്നാണ് വിളിക്കുക, അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് സിന്തറ്റിക് റെസിൻ മെത്തേഡ്. സിന്തറ്റിക് റെസിൻ എന്ന് പറയുമ്പോൾ റെസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് പോളിമറാണ്. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻസ് കണ്ടെയ്ൻ ലാർജ് ഓർഗാനിക് മോളിക്യൂൾ വിത്ത് SO3H ഗ്രൂപ്പ്, അതായത് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പുള്ള ഓർഗാനിക് മോളിക്യൂളാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനാണ് ഇവിടെ. ഇതിൽ ഈ ഗ്രൂപ്പ്, അതായത് ഈ റെസിൻ എന്ന് പറയുന്നത് വാട്ടർ ഇൻസോലുബിൾ ആണ്. അപ്പോൾ ഇവിടെ അയോൺ എക്സ്ചേഞ്ച് റെസിനായിട്ടുള്ള RSO3H ദാറ്റ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു RNA ബൈ ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് NaCl. അതായത് നമ്മുടെ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനാണ്, അതുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. RSO3H ആയിട്ട് സോഡിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ RNA ആയി മാറുന്നു. അതുകൊണ്ട് ദ റെസിൻ എക്സ്ചേഞ്ചസ് Na പ്ലസ് അയോൺ വിത്ത് Ca2+ ആൻഡ് Mg2+. ഇവിടെ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ RNA എന്ന് പറയുന്നത് M2+, അതായത് Mg2+ അല്ലെങ്കിൽ Ca2+ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് വാട്ടർ സോഫ്റ്റായി മാറുന്നു. അതായത് ഹാർഡ് വാട്ടറിലുള്ള M2+ എന്ന് പറയുമ്പോൾ Ca2+ അതല്ലെങ്കിൽ Mg2+ എക്സ്ചേഞ്ച് കാറ്റയോൺ എക്സ്ചേഞ്ചിൻ്റെ കൂടെ വരുന്നു. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഇവിടെ എന്ത് സംഭവിക്കുന്നു, കാറ്റയോൺ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇവിടെ വാട്ടർ സോഫ്റ്റായി മാറുന്നു. നമുക്ക് ഡീമിനറലൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ ലഭിക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് സിന്തറ്റിക് റെസിൻസ് മെത്തേഡാണ്. ഗിവ് ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയലി നമ്മൾ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഓട്ടോ ഓക്സിഡേഷൻ ഓഫ് 2-alkyl ആന്ത്രാക്വിനോൾ, അതായത് 2-alkyl ആന്ത്രാക്വിനോൾ ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്, വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ ടു ഗിവ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ H2O2 പ്ലസ് അനദർ ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നു. ഇതാണ് നമ്മൾ ഇൻഡസ്ട്രിയലി പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഗിവ് ദി സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്, അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന്.
സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ പ്ലാനാർ സ്ട്രക്ചറാണ്. നോൺ പ്ലാനാർ അതായത് ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ. നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ വൈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ ഗ്ലാസ് വെസൽസ് ഓർ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് സ്റ്റോർഡ് ഇൻ പ്ലാസ്റ്റിക് വെസൽസ് ഇൻ ഡാർക്ക്. അതായത് നമ്മൾ ഗ്ലാസ് വെസൽസിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് സൂക്ഷിക്കാൻ കഴിയില്ല, അതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസിലാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് സൂക്ഷിക്കുന്നത്, അതും ഡാർക്ക് കണ്ടീഷനിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 വിച്ച് ഡീകമ്പോസസ് സ്ലോലി ഓൺ എക്സ്പോഷർ ടു ലൈറ്റ്. അതായത് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഇത് ഡീകമ്പോസ് ചെയ്യുന്നു. ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടറും അതേപോലെ O2 ആയി ഡീകമ്പോസ് ചെയ്യുന്നു, വിഘടിക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ ലൈറ്റിൻ്റെ എക്സ്പോഷറിൽ സൂക്ഷിക്കാൻ കഴിയാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഹെവി വാട്ടർ, ഗിവ് വൺ ഓഫ് ഇറ്റ്സ് യൂസ്. ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് എന്താണ്? അതായത് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H2O ആണ്, അതേസമയം വാട്ടറിൻ്റെ ഐസോട്ടോപ്പാണ്, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂറ്റീരിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ D2O, അതായത് H2Oന് പകരം D2O ആണ്, ഡ്യൂറ്റീരിയം ഓക്സൈഡ് ആണ് ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിൽ, അതായത് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടക്കുന്ന സ്ഥലത്ത് മോഡറേറ്ററായി ഉപയോഗിക്കുന്നു. അതായത് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷന് ന്യൂട്രോൺസ് നമ്മൾ യുറേനിയം 235 ആയിട്ട് ഫിഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഇതിനെ ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യുന്ന മോഡറേറ്ററിൽ നമ്മൾ ഡ്യൂറ്റീരിയം ഓക്സൈഡ് ഉപയോഗിക്കുന്നു. അതായത്